വാക്ക് പാലിക്കുന്ന രക്ഷിതാവുക എന്നുള്ളത് വലിയ കാര്യമാണ്. എൻ്റെ മോനെ ചെറുപ്പത്തിൽ എനിക്ക് സ്ഥിരമുള്ള പരിപാടിയായിരുന്നു. ഈ ഗുരുവായൂരിലേക്ക് ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്ന് ഞാൻ സ്കൂട്ടർ എടുത്തിട്ട് നേരെ ഗുരുവായൂരിലേക്ക് പോകും. അപ്പോൾ ഇവന് 4-5 വയസ്സുള്ളപ്പോൾ ഇവനൊരു ദിവസം ഓടി വന്നിട്ട് എൻ്റെ ബൈക്കിൻ്റെ മുകളിൽ കയറുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഒരാളെ കാണാനുണ്ട്. അപ്പോൾ ഇവൻ അപ്പ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉമ്മ കുറച്ച് പേരൊക്കെ ഇങ്ങനെ ചുറ്റും നിൽക്കുന്നുണ്ട്. എനിക്ക് ഇവനെ അപ്പോൾ കൊണ്ടുപോകാൻ നിവൃത്തിയില്ല. അതേ സമയത്ത് അടുക്കളയുടെ അപ്പുറത്ത് നിന്ന് ഭാര്യ പറഞ്ഞു സോപ്പ് പൊടി വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ തൊട്ടടുത്ത് കണ്ടുണ്ട് സോപ്പ് പൊടി. അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു, മോനടാ നീ ഒരു കാര്യം, നീ സോപ്പ് പൊടി വാങ്ങിച്ചിട്ട് പോയോ, നമുക്ക് ഒരുമിച്ച് വന്നു. അപ്പോൾ ഇവൻ ടക്കെന്ന് വാങ്ങിച്ചിട്ട് പൊന്ന് വണ്ട് പോണ പോലെ പോയിട്ട് വന്നു, സോപ്പ് പൊടി തന്നു. ഞാൻ പറഞ്ഞു ഉമ്മച്ചി കൊണ്ടുപോയി. അപ്പോൾ ഉമ്മച്ചി അപ്പുറത്താണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു മോൻ കൊടുത്തിട്ട് പോയോ. അപ്പോൾ എൻ്റെ ഇവരൊക്കെ ചുറ്റുപാടുള്ളവർ പറഞ്ഞു ഇവൻ പോകുമ്പോൾ നീ പൊക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇപ്പോഴും. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി, വണ്ടിയിൽ കയറിയിരുന്നു, സാധനം വാങ്ങിച്ചിരുന്നിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു പോവല്ലേ. ഞാൻ പറഞ്ഞു പോകില്ല. അവൻ 2 സ്റ്റെപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഉപ്പച്ചി പോവല്ലേ. ഞാൻ പറഞ്ഞു പോകില്ലടാ. അവൻ അകത്തേക്ക് വീടിൻ്റെ ഉള്ളിലൂടെ വേണം പുറത്തേക്ക് പോകാൻ. വാതിലിൻ്റെ അവിടെ ഇങ്ങനെ മറിഞ്ഞിട്ട് അവന് വീണ്ടും തലയിട്ട് ഉപ്പച്ചി പോവല്ലേ. ഞാൻ പോകില്ല. അവനായിട്ട് മറിഞ്ഞപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എന്നോട് പറഞ്ഞു പൊക്കോ അവൻ വരുമ്പോൾ വാതിലടച്ചോളാം, അല്ലെങ്കിൽ ഞങ്ങൾ സമാധാനിപ്പിച്ചോളാം. പക്ഷെ ഞാൻ എന്ത് ചെയ്യണം പറ. ഞാൻ പോയില്ല. കാരണം അവിടുന്ന് ഞാൻ പോയാൽ അവൻ അതവിടെ കൊടുത്തിട്ട് ആ സോപ്പ് പൊടി കൊടുത്തിട്ട് എൻ്റെ കൂടെ വരാൻ വേണ്ടി ഓടി വന്നൊരു വാതിൽ തുറക്കുമ്പോൾ എന്നെ കാണൂല. അപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് വരുന്ന രൂപം അല്ലെങ്കിൽ അവൻ്റെ മനസ്സിലേക്ക് വരുന്ന ചിന്ത എന്തായിരിക്കും, ഇയാൾ വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളല്ല, ഈ മനുഷ്യനെ വിശ്വസിക്കരുത് എന്നല്ലേ മനസ്സിലേക്ക് വരിക. ഞാൻ വാക്ക് പറഞ്ഞാൽ പാലിക്കുന്ന ആളാവുക എന്നുള്ളത് പാരന്റിങ്ങിൽ വളരെ പ്രധാനപ്പെട്ടതാണ്.